സുരേഷേട്ടാ, എന്താണ് നമ്മളെ ഈ കേരളത്തിൽ 140 കിലോമീറ്റർ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് പിന്നെ ഈ സൂപ്പർ ക്ലാസ് വിഷയത്തിൽ സംഭവിച്ചത്? വണ്ടി 2 വർഷത്തോളം നിർത്തിയിട്ടില്ല. അപ്പോൾ എന്താണ് അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഈ 140 കിലോമീറ്ററിന്റെ വിഷയം സർക്കാർ അതിന് മുകളിലുള്ള വണ്ടികൾക്ക് പെർമിറ്റ് പുതുക്കി കൊടുക്കാത്തതാണ് ഏറ്റവും മെയിൻ പ്രശ്നം. അവര് പറയണത് 2OA 2OB പ്രകാരം നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു റൂളുണ്ട്, ആ റൂൾ പ്രകാരം കൊടുക്കാൻ പറ്റില്ല എന്നാണ് പറയണത്. പക്ഷെ ഈ ഇങ്ങനെ കിടക്കുന്ന വണ്ടികളെല്ലാം 92, 94, 96 കാലഘട്ടങ്ങളിലുള്ള വണ്ടികളാണ്. ഈ 2OA 2OB ഒക്കെ വന്ന അതിന് ശേഷം വന്നേക്കണ നിയമങ്ങളാണ്. അപ്പോൾ അത് ഈ ഇത്തരം വണ്ടികൾക്ക് അത് ബാധകം ശരിക്കും ആക്കാതെ തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷെ അത് സർക്കാർ എന്ത് ചെയ്തു, അത് എല്ലാ വണ്ടികൾക്കും അത് ബാധകമാക്കിക്കൊണ്ടാണ് ചെയ്തത്. പക്ഷെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അതിൽ 2OA 2OBയും കളഞ്ഞിട്ട് അത് 2006 മുമ്പുള്ള എല്ലാ പെർമിറ്റും സേവ്ഡ് പെർമിറ്റ് ആണെന്നും പറഞ്ഞ് ആ ഒരു കാറ്റഗറിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് കാരണം നമുക്ക് ഇത് വണ്ടി ഓടുന്നതിൽ ഇപ്പോൾ കിലോമീറ്റർ തടസ്സങ്ങൾ യാതൊന്നുമില്ല, പുതുക്കി തരുന്നതിലും തടസ്സങ്ങളില്ല. പുതുക്കി തരുന്നതിൽ ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു KSRTC അപേക്ഷിച്ച് കഴിഞ്ഞാൽ അവരുടെ വാദം കൂടി കേൾക്കണം. പക്ക പെർമിറ്റിന് ബോർഡിൽ മീറ്റിങ്ങിൽ അവർ നമ്മുടെ പെർമിറ്റിന് വേണ്ടി അപേക്ഷ ഇട്ടാൽ അവരുടെ പെർമിറ്റിന് അപേക്ഷ ഇട്ട അപേക്ഷയിൽ നമ്മൾ 2 കൂട്ടക്കാരും ഒരേപോലെ തന്നെ 2 പേരും അവരവരുടെ വാദങ്ങൾ പറയാം. ആ വാദത്തിനനുസരിച്ച് എന്താണ് തീരുമാനം എടുക്കേണ്ടതെന്ന് സർക്കാരിന് തീരുമാനം എടുക്കാം. അതാണ് ഇപ്പോഴത്തെ പുതിയ നിയമം. പക്ഷേ ഞങ്ങൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞ ജഡ്ജ്മെന്റ് പ്രകാരമുള്ള ഇപ്പോഴത്തെ ഈ ജഡ്ജ്മെന്റ് പ്രകാരം അതിന് ഞങ്ങൾ അപ്പീൽ ഫയൽ ചെയ്ത് സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അതിൻ്റെ ഡേറ്റ് കിട്ടിയിട്ടില്ല. അത് ഇപ്പോൾ ഫയൽ ചെയ്തിട്ട് അധികം ദിവസം ആയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് പറയായിരുന്നു. അത് എത്രയും പെട്ടെന്ന് അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞ ഓർഡർ അന്തിമമല്ല. അതിന് മുകളിൽ ഹയർ കോടതി ഉണ്ട്. അതിൻ്റെ പേരിൽ സുപ്രീം കോടതിയുടെ ഓർഡറും കൂടി ഇനി വരണം. അതിനു വേണ്ടി നമ്മൾ ആ കേസ് എന്നാണ് ഈ പോസ്റ്റ് ചെയ്യണേന്നും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആർഗ്യുമെന്റ്സ് കാര്യങ്ങളെല്ലാം കോടതിയിൽ നടന്നതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇതെന്താണ് ഇതിൻ്റെ ഫൈനൽ ഇതായിട്ട് പറയാൻ പറ്റുള്ളൂ. ഇടയ്ക്ക് പിന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് പ്രകാരം നിലവിലുള്ള പെർമിറ്റുകൾ പുതുക്കാൻ വേണ്ടി ഒരു ഓർഡർ വന്നായിരുന്നല്ലോ. അത് അങ്ങനെ വന്നിരുന്നു. സിംഗിൾ ബെഞ്ച് മുഹമ്മദ് നിയാസ് എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട മുഹമ്മദ് നിയാസ് എന്ന് പറഞ്ഞ ജഡ്ജി ഞങ്ങൾക്ക് തൽക്കാലം വണ്ടി ഓടാനുള്ള സംവിധാനത്തിലേക്ക് 1 മാസത്തിനകത്ത് ടെമ്പററി പെർമിറ്റും 2 മാസത്തിനകത്ത് റെഗുലർ പെർമിറ്റും കൊടുക്കണമെന്നും പറഞ്ഞ് ഒരു ജഡ്ജ്മെന്റ് ഉണ്ടായിരുന്നു. അതിനെതിരെ അപ്പീൽ ഫയൽ ചെയ്തിട്ടാണ് ഡിവിഷൻ ബെഞ്ചിൽ അനിൽ നരേന്ദ്രൻ സാറും മുരളീകൃഷ്ണ എന്ന് പറഞ്ഞ ബെഞ്ചിലേക്ക് KSRTC അപ്പീൽ ഫയൽ ചെയ്ത് പോയത്. ആ അപ്പീൽ ഫയൽ ചെയ്ത് കേസ് വാദവും എല്ലാം നടന്നതിന് ശേഷം അനിൽ നരേന്ദ്രൻ എന്ന് പറഞ്ഞ ജഡ്ജ് കണ്ടെത്തിയത് പെർമിറ്റ് പുതുക്കുമ്പോൾ KSRTCയുടെ വാദവും കൂടി കണക്കിലെടുക്കണം എന്നൊരു പോയിന്റ് അതിൽ എഴുതി ചേർത്തു ആ ജഡ്ജ്മെന്റിൽ. അത് നമുക്ക് ഭയങ്കര വിനാശമായി. അതായത് ഏത് പെർമിറ്റിന് അപേക്ഷ ഇട്ടാലും അവർക്ക് വേണമെങ്കിൽ KSRTCക്ക് വേണമെങ്കിൽ അത് ഞങ്ങൾക്ക് വേണം ആ പെർമിറ്റ് എന്ന് പറഞ്ഞ അപേക്ഷ ഇട്ടാൽ അവരുടെ വാദവും കൂടി കേട്ടതിന് ശേഷമേ നമ്മുടെ പെർമിറ്റ് റിന്യൂവൽ ചെയ്ത് കിട്ടുകയുള്ളൂ. അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. അതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് സുപ്രീം കോടതിയിൽ ഞങ്ങൾ കേസ് അപ്പീൽ ഫയൽ ചെയ്തിട്ടുണ്ട്. ആ അപ്പീൽ ഫയൽ ചെയ്തതിന് ഇനി പുതിയ ഡയറക്ഷൻസ് ഒക്കെ വരണം. അതിന് വരെ വെയിറ്റ് ചെയ്യാണ്. എറണാകുളം തലശ്ശേരി റൂട്ടിൽ എത്രയും പെട്ടെന്ന് വണ്ടി ഓടുന്നുള്ള വിശ്വാസമുണ്ട്. അതെ, എറണാകുളം തലശ്ശേരി പെർമിറ്റ്, എറണാകുളം കുമളി കട്ടപ്പന ആ റൂട്ട്, അതുപോലെ എറണാകുളം കോഴിക്കോട് സെക്ടർ, ഇതെല്ലാം എല്ലാ വണ്ടികളും പെർമിറ്റ് ഇങ്ങനെ പുതുക്കാത്തതിൻ്റെ പേരിൽ നിർത്തിവച്ചിരിക്കുകയാണ്. അതെല്ലാ വണ്ടികളും സർവീസ് 241 സർവീസ് ഉണ്ടെന്നാണ് അവർ പറയണേ. പക്ഷേ 241 സർവീസ് ഇപ്പം നിലവിൽ ഉണ്ടാവില്ല. കാരണം പകുതിയോളം വണ്ടികൾ ഇങ്ങനെ പെർമിറ്റ് കിട്ടാതെ 3 കൊല്ലമൊക്കെ ആയി കിടക്കുന്ന വണ്ടി പലരും വിറ്റും അതുപോലെ ഇത് ഈ പ്രസ്ഥാനം ഒഴിവാക്കി മുന്നോട്ട് പോയി. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് വിരലെണ്ണാവുന്ന ഒരു 50 താഴെ വണ്ടികൾ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആ പെർമിറ്റുകളൊക്കെ സത്യം പറഞ്ഞാൽ സർക്കാരിന് ഇപ്പോൾ കൊടുക്കാം, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. KSRTCക്ക് ഇത് ഓടിയോണ്ട് യാതൊരുവിധ നഷ്ടമോ ഒന്നും ഉണ്ടാവില്ല. കാരണം 92, 96 കാലങ്ങളിൽ തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടികളാണ്. ആ വണ്ടികളല്ലേ ഓടുന്നുള്ളൂ, പുതിയ പെർമിറ്റ് ഒന്നും അല്ലല്ലോ. അപ്പോൾ പിന്നെ KSRTCയെ സംബന്ധിച്ച് അത് വലിയ ഭീമമായ നഷ്ടമൊന്നും വരുന്നില്ല. ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം, ടേക്ക് ഓവർ സർവീസസ് നടത്തുന്ന എല്ലാ വണ്ടികളും ഭയങ്കര നഷ്ടത്തിലാണ് പോകുന്നത്. അപ്പോൾ പിന്നെ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ അതിൻ്റെ കാര്യങ്ങൾ. വണ്ടി ഇപ്പോൾ നിർത്തിയിട്ട് 2 വർഷത്തോളമായല്ലോ. വണ്ടി നിർത്തിയിട്ട് ഇപ്പോൾ 2 വർഷമായി. സാമ്പത്തികമായിട്ട് ഭയങ്കര നഷ്ടത്തിലായിരിക്കും അല്ലേ? സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് കുടുംബത്തിൽ ഭയങ്കര ടൈറ്റാണ്. കാരണം കുടുംബം ഞാനും
കണ്ടക്ടർ പണിയൊക്കെ ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എനിക്ക് ഇപ്പോൾ കണ്ടക്ടർ പണി എടുക്കണ അതും അതുപോലെ തന്നെ 3-4 പണിക്കാർ വേറെ എൻ്റെ കൂടെ ഉണ്ടല്ലോ, 3-5 പണിക്കാരുണ്ട്. അപ്പോൾ അവരുടെ കുടുംബം എല്ലാം മൊത്തത്തിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കുട്ടികളൊക്കെ പഠിക്കണ കുട്ടികളൊക്കെ ഉണ്ടെമ്പോഴേ അവരുടെ കുട്ടികളുടെ ഈ വിദ്യാഭ്യാസവും എല്ലാം ഫീസ് കൊടുക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ സാമ്പത്തികമായിട്ട് ഭദ്രതയില്ലെങ്കിൽ ബുദ്ധിമുട്ടല്ലേ. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമല്ലേ. ഗർഭനാഥന് ജോലി ഇല്ലാണ്ട് വന്ന ആ കുടുംബം പട്ടിണിയിലാവില്ലേ. അത് നമ്മുടെ സർക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഉണ്ടായിരുന്നു. തൽക്കാലം വണ്ടി TP ആണെങ്കിൽ TP ഓടട്ടെ, വണ്ടി ഓടി അവര് കുടുംബം കഴിഞ്ഞു പോട്ടെ, ഫൈനലായിട്ട് സുപ്രീം കോടതിയുടെ ഓർഡർ വരുമ്പോൾ അതനുസരിച്ച് ചെയ്യാം എന്നുള്ള രീതിയിൽ നിന്നാൽ മതിയായിരുന്നു. പക്ഷെ സർക്കാരും ഞങ്ങൾക്ക് അനുകൂലമായിട്ട് നിന്നില്ല. അതിന്റെ പേരിലാണ് ഇപ്പം ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് പറ്റിപ്പോയത്. എന്ത് ചെയ്യാം. ടെമ്പററി പെർമിറ്റ് 4 മാസത്തേക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് നേരത്തെ ഇത് വന്നിരുന്നല്ലോ. അത് പിന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു. പിന്നെ അതേമാതിരി RT ഓഫീസിൽ അപേക്ഷ കൊടുത്തതിന് അതൊക്കെ നിരസിക്കുന്ന അവസ്ഥ ഉണ്ടായി. അതെ, അത് കിലോമീറ്ററിന്റെ പ്രശ്നം പറഞ്ഞിട്ടും അതുപോലെ തന്നെ KSRTCയുടെ വാദവും കേട്ടിട്ടാണ് ഓരോ കാര്യങ്ങൾ അവിടെ നടക്കുന്നത് RT ഓഫീസിൽ. അത് ശരിക്കും പറഞ്ഞാൽ ജഡ്ജ്മെന്റിൽ ഇരുകൂട്ടക്കാരുടെയും വാദം കേട്ടതിന് ശേഷമാണ് അങ്ങനെ ഡയറക്ഷൻസ് എടുക്കാവൂ. അത് കോടതിയുടെ ശ്രദ്ധ കൊണ്ടുവരികയും വേണം. അങ്ങനെ കൊടുക്കണ കാര്യം ഉണ്ടെങ്കിൽ കോടതിയുടെ ശ്രദ്ധ കൊണ്ടുവരണം. പിന്നെ ഒരു പെർമിറ്റ് അങ്ങനെ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത്ര കൊല്ലം സർവീസ് നടത്തി ഞങ്ങളുടെ പെർമിറ്റ് ഏറ്റെടുക്കുമ്പോൾ ഞങ്ങൾക്ക് ന്യായമായ കോമ്പൻസേഷൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തരണം സർക്കാർ. അതൊന്നും മെനക്കെടാതെ വെറുതെ ഒരു സുപ്രഭാതത്തിൽ ഒന്ന് വണ്ടി ഏറ്റെടുത്തു, നിങ്ങൾ നീ പൊക്കോ, നീ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയണമെന്ന് ന്യായമായ ഒരു കാര്യമല്ലല്ലോ. അപ്പോൾ അതും കൂടിയും കണക്കിലെടുത്ത് സർക്കാർ അതും കൂടി ചെയ്തു തരേണ്ടതായിരുന്നു. സർക്കാർ അതും ചെയ്തു തന്നില്ല. എന്ത് ചെയ്യാനാ. ഇനി വണ്ടി ഓടുന്ന പ്രതീക്ഷ തന്നെയാണല്ലോ. അതെ, വണ്ടി എത്രയും പെട്ടെന്ന് ഇറക്കണം, വണ്ടി ഓടണം എന്ന രീതിയിൽ ഇപ്പൊ 2 പ്രാവശ്യം ഞാൻ വണ്ടി എല്ലാ പണിയും കഴിച്ച് ഇറക്കിയതാണ്. ഇറക്കിയിട്ട് രണ്ടാമത് വീണ്ടും G-ഫോമിലേക്ക് ആക്കേണ്ട അവസ്ഥ വന്നു. അല്ലെങ്കിൽ ടാക്സും ഇൻഷുറൻസും എല്ലാം ഇങ്ങനെ നഷ്ടപ്പെടൂലേ ക്ഷേമനിധി. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഇപ്പൊ വീണ്ടും ഞാനിപ്പോ CF എടുക്കുകയാണ്. CF എടുത്ത് വണ്ടി ഇറക്കാൻ പോവുകയാണ്. ഇറക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു പെർമിറ്റ് വരുന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാൻ വണ്ടി ഇറക്കണത്. താൽക്കാലികമെങ്കിലും 4 മാസത്തേക്ക് ഒരു പെർമിറ്റ് കിട്ടുകയാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. അതെ, 4 മന്ത് TP കിട്ടിയാൽ തന്നെ ഒന്ന് വണ്ടി അനങ്ങി കഴിഞ്ഞാൽ തന്നെ എല്ലാ പ്രശ്നവും നമുക്ക് പതുക്കെ മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ.